രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മുന്നിലുണ്ടെങ്കിലും ബി.ജെ.പിക്ക് ഇന്നും ശത്രുത പ്രധാനമന്ത്രി നെഹ്റുവിനോടും അദ്ദേഹത്തിന്റെ ആശയങ്ങളോടുമാണ്. ഇന്നും ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടി ബി.ജെ.പിക്കോ കേന്ദ്ര സർക്കാരിനോ കിട്ടിയാൽ അതിന്റെ പഴി കേൾക്കേണ്ടി വരുന്നതും നെഹ്റുവാണ്. മുമ്പെങ്കുമില്ലാത്ത വിധം അത്രമാത്രം അസഹിഷ്ണുതയോടെയാണ് ബി.ജെ.പി നെഹ്റുവിയൻ ആശയങ്ങളോട് മുഖം തിരിക്കുന്നത്. എ.ബി. വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള ചിത്രങ്ങൾ ഒന്ന് നെഹ്റുവിൻ്റെതായിരുന്നു എന്നതാണ് ചരിത്രം. അതേ ബി.ജെ.പി ഇന്ന് നെഹ്റു രചിച്ച ചരിത്രം പൊളിച്ചെഴുതുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്. 10 വർഷം തുടർച്ചയായി ബി.ജെ.പി രാജ്യം ഭരിച്ചിട്ടും ഇപ്പോഴും എല്ലാം നെഹ്റുവിന്റെ പിഴ എന്ന സ്ഥിരം ഡയലോഗടി ബി.ജെ.പിയും ആർ.എസ്.എസും മാറ്റി പിടിച്ചിട്ടുമില്ല. തൊഴിലില്ലായ്മ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ചർച്ചയാകുമ്പോൾ അതിനും കാരണക്കാരനായി ആർ.എസ്.എസ് ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയാണ്. യുവാക്കൾ സർക്കാർ ഉദ്യോഗം തേടിപ്പോകുന്നതിന്റെയും മൾട്ടിനാഷണൽ കമ്പനികളിൽ ഉദ്യോഗസ്ഥരാകാൻ ശ്രമിക്കുന്നതിന്റെയും പിന്നിൽ നെഹ്റുവിന്റെ കൈകളാണെന്നാണ് ആർ.എസ്.എസ് ഭാഷ്യം. 2024 തൊഴിലില്ലാത്ത യുവത്വം വലിയൊരു പ്രശ്നമാകുമെന്ന് കരുതി ആർ.എസ്.എസ് നെഹ്റുവിൽ പിഴ ചുമത്തി പുതിയൊരു കഥമെനിയാൻ ശ്രമം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിരിക്കുകയാണ്. ലക്ഷ്യം വേറൊന്നുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മയുടെ പേരിൽ ബി.ജെ.പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നേരെ വിരൽ ചൂണ്ടാതിരിക്കുക. വല്ലവരുടെയും സ്ഥാപനത്തിൽ ജോലിക്ക് ശ്രമിക്കാതെ സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് സംരംഭകരെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് ആർ.എസ്.എസിന്റെ ഭാഗമായുള്ള ചില സ്ഥാപനങ്ങൾ. ജോലി തേടുക എന്ന സ്ഥിരം ചിന്താഗതി മാറ്റി സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തി യുവാക്കളെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണെന്ന അവകാശവാദമാണ് സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ ഉയർത്തുന്നത്. 2022 ജനുവരി 12 ഗവൺമെന്റിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയുടെ ചുവട് പിടിച്ച് ആർ.എസ്.എസ് സ്വന്തമായി ഒരു പരിപാടി തുടങ്ങിയിരുന്നു. സ്വാവലംബി ഭാരത് അഭിയാൻ എന്ന പദ്ധതിയിലാണ് യുവാക്കളെ സഹായിക്കാൻ എന്ന പേരിൽ അവർ ആരംഭിച്ചത്. ഇതിന്റെ സാമ്പത്തിക വിഭാഗമായ സ്വദേശി ജാഗരൺ മഞ്ച് അഥവാ SJM-ന്റെ കീഴിൽ യുവാക്കളെ സംരംഭകരാകാൻ പ്രേരിപ്പിക്കുന്ന നിരവധി പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. 2 വർഷം കൊണ്ട് ഏകദേശം 4413 പ്രോഗ്രാമുകൾ ഇതിന്റെ ഭാഗമായി 511 ജില്ലകളിൽ ആർ.എസ്.എസ് നടത്തുകയും ചെയ്തു. സ്വയം തൊഴിൽ കണ്ടെത്താൻ രാജ്യത്തെ യുവാക്കളെ സജ്ജരാക്കാൻ സാമ്പത്തിക സഹായമടക്കം ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈ പദ്ധതികൾ സംഘടിപ്പിച്ചത്. ചെറുപ്പക്കാർക്ക് അവരുടെ ബിസിനസ്സുകൾക്കായി ഫണ്ട് സ്വരൂപിക്കാനും ആവശ്യമായ പരിശീലനം ക്രമീകരിക്കുന്നതിനും നിയമോപദേശം നൽകുന്നതിനുമെല്ലാം സഹായിക്കുന്നതിനൊപ്പം സർക്കാർ അനുമതികൾക്കായി സഹായിക്കാനും സ്വദേശി ജാഗരൺ മഞ്ച് മുന്നിലുണ്ട്. ഇതിൻ്റെയെല്ലാം ആകെ തുകയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നടപടികളെ പഴിചാരാനൊരു വേദിയാണ് ആർ.എസ്.എസ് ലക്ഷ്യമിട്ടത്. ഈ രാജ്യത്തെ സ്വാശ്രയമാക്കാനും തൊഴിലില്ലായ്മ ഇല്ലാതാക്കാനും നമ്മൾ ജോലി തേടുന്ന ചിന്താഗതിയും ജോലി തേടിയിറങ്ങുക എന്ന രീതിയും മാറ്റണമെന്ന് ആർ.എസ്.എസിന്റെ സ്വാവലംബി ഭാരത് അഭിയാൻ കൺവീനർ അശ്വിനി മഹാജൻ പറയുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവിന്റെ നയങ്ങൾ കാരണം ആളുകൾ സർക്കാർ ജോലിക്ക് പിന്നാലെ ഓടാൻ തുടങ്ങിയെന്നും പിന്നീട് ആഗോളവൽക്കരണം മൂലം ആളുകൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ ജോലിക്ക് പിന്നാലെ ഓടാൻ തുടങ്ങിയെന്നും സംഘപരിവാർ വിഭാഗം കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ കോടിക്കണക്കിന് ആളുകൾ ഓരോ വർഷവും തൊഴിൽ വിപണിയിൽ പ്രവേശിക്കുന്നത് കണക്കിലെടുക്കുമ്പോൾ സർക്കാരിനോ MNC-കൾക്കോ ഇത്രയധികം ജോലികൾ നൽകാൻ കഴിയില്ലെന്നും ഇതിനെ നേരിടാനുള്ള ഏക പോംവഴി സംരംഭകരെ സൃഷ്ടിക്കുക എന്നതാണെന്നും സ്വാവലംബി ഭാരത് അഭിയാൻ അവകാശപ്പെടുന്നുണ്ട്. ഒരു കാലത്ത് ഇന്ത്യ സംരംഭകരുടെ നാടായിരുന്നു. ആ ഇന്ത്യയെ നമുക്ക് പുനർനിർമ്മിക്കേണ്ടതുണ്ടെന്നും സമൂഹത്തിന്റെ പൊതു സഹകരണത്തോടെ ഇത് സാധ്യമാകാൻ പറ്റുകയുള്ളൂ എന്നും പറയുന്ന സംഘപരിവാർ വിഭാഗം കുറ്റം മുഴുവൻ ആരോപിക്കുന്നത് നെഹ്റുവിലാണ്. സംരംഭക ഇന്ത്യയെ സർക്കാർ ജോലിക്കും ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉദ്യോഗത്തിനും പിന്നാലെ ഓടിച്ചത് നെഹ്റുവിന്റെ നയങ്ങളുമാണെന്ന വരട്ട് തത്വം ഇന്നാട്ടിലെ ചെറിയൊരു ശതമാനം യുവാക്കളിലേക്കും അടിച്ചേൽപ്പിക്കാൻ സംഘപരിവാറിന് സാധിച്ചിട്ടുണ്ട് എന്ന സത്യവും നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്നതാണ് പറയാനുള്ളത്.